നിങ്ങൾക്ക് ലഭിക്കുന്ന ജനത നൽകുന്ന അധികാരത്തിന് നിങ്ങൾ കൃത്യമായി ഉത്തരവാദിത്തമുള്ളവരായി ഇവിടുത്തെ ജനത നിങ്ങളെ നിലനിർത്തുന്നു. And many of the young people here who have been elected for the first time, you must realize that you have been given trust by the people of Kerala. ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് യുവ സഹോദരങ്ങൾ, ആ യുവ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ കാക്കാൻ നിങ്ങൾ തയ്യാറാവണം. This is the most important thing that the people of Kerala can give you. ഈ നാട്ടിലെ ജനതക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അവർ നിങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസം. Respect this trust, cherish this trust, defend this trust. ആ വിശ്വാസത്തെ മുറുകെ പിടിക്കണം, ആ വിശ്വാസത്തെ ഹൃദയത്തിൽ കൊണ്ട് നടക്കണം, ആ വിശ്വാസത്തെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രതിരോധിച്ച് മുന്നോട്ട് പോകണം. And remember that in the end, as a member of the Congress party, you are defending the Constitution of India. അതിന്റെ ഒടുവിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു എളിയ അംഗം എന്നുള്ള നിലക്ക് നിങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നത്, സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടേതാണ് എന്ന ഓർമ്മ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. And you are not going to allow a culture of silence to pervade this country. നിശബ്ദതയുടെ സംസ്കാരത്തിനെ വളരാൻ അനുവദിക്കാത്തവരായി നിങ്ങൾ മാറണം. Thank you very much. ഹൃദയം നിറഞ്ഞ നന്ദി ഈ ജനതയോട്. And I wish all of you all the best for the coming election, and I'm confident that you will stand together and win a thumping majority in the Vidhan Sabha elections. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരുന്നു. എനിക്ക് തീർച്ചയാണ് ഉജ്ജ്വല ഭൂരിപക്ഷത്തോടെ കേരളം ഐക്യ ജനാധിപത്യ മുന്നണി വീണ്ടെടുക്കുമെന്ന്.